ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് യൂണിറ്റ് 3 വെബ് ആപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയിരുന്നു അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോട്ടോക്കോൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ബേസ്ഡ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രോസസ്സിങ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ നമ്മൾ പറയുന്ന പേരാണ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഓൾസോ കോൾഡ് വെബ് ആപ്സ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെബ് ആപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, വെബ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്തിട്ട് നെറ്റ്വർക്ക് വഴി നമുക്ക് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് നമ്മൾ പറയുന്ന പേരാണ് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതുകൊണ്ട് യൂസർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, ഏത് ഫയൽ വേണമെങ്കിലും, ഏത് ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് എൻഡ് ആയിട്ട് ഒരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇമെയിൽ, ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്, ഓൺലൈൻ ഓപ്ഷൻസ്, ഇൻഫർമേഷൻ സെർച്ച്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് സർവീസസ് ആൻഡ് മെനി അതർ ഫങ്ഷൻസ്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കായി പറയുന്നത് വെബ് ബ്രൗസറാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെബ് ബ്രൗസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിന് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് കാണാനും അതുപോലെ റീഡ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് നമ്മൾ പറയുന്ന പേരാണ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെബ് ബ്രൗസറിൻ്റെ ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഗൂഗിൾ ക്രോം, അതുപോലെ മൊസില്ല ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, സഫാരി, ഒപ്പേര മിനി, ഇതൊക്കെയാണ് വെബ് ബ്രൗസറിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയറാണ്. നമുക്ക് ഇൻ്റർനെറ്റിനകത്തേക്ക് എൻ്റർ ചെയ്യാനും അവിടെയുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് വ്യൂ ചെയ്യാനും റീഡ് ചെയ്യാനും യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2 ടൈപ്സ് ഓഫ് വെബ് ബ്രൗസേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രാഫിക്കൽ വെബ് ബ്രൗസറും അതുപോലെ നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസറും. ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഗൂഗിൾ ക്രോം, അതുപോലെ മൊസില്ല ഫയർഫോക്സ്, ഇതിൻ്റെയൊക്കെ ആ ഒരു ഐക്കൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ജസ്റ്റ് ഒരു മൗസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അതുപോലെ ഡോക്യുമെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അങ്ങനത്തെ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് കാണുന്നതും അതുപോലെ നമുക്ക് മറ്റു പേജുകളിലേക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് നമ്മൾ പറയുന്ന പേര് ഗ്രാഫിക്കൽ വെബ് ബ്രൗസേഴ്സ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസേഴ്സാണ്. ഗ്രാഫിക്കൽ വെബ് ബ്രൗസേഴ്സിൽ നമ്മൾ ഈ മൗസ് യൂസ് ചെയ്തിട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് കാണുന്നതെങ്കിൽ, നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ അതുപോലെയല്ല. എന്താ പറയുക, കീബോർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്പ് ഏരോ, അത് ഡൗൺ ഏരോ, എൻ്റർ കീ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വെബ് ബ്രൗസറിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയാണ് നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് ഗൂഗിൾ ഡ്രൈവ് നമുക്കറിയാം എന്താണ്. ഇതൊരു ഫയൽ സ്റ്റോറേജ് ആൻഡ് സിങ്ക്രണൈസേഷൻ സർവീസാണ്. ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ സ്റ്റോറേജ് ആൻഡ് സിങ്ക്രണൈസേഷൻ സർവീസിനെയാണ് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2012 ഏപ്രിൽ 24 ആണ് നമുക്ക് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ യൂസേഴ്സ് ക്യാൻ സ്റ്റോർ ഫയൽസ് ഓൺ ദെയർ സെർവേഴ്സ്, സിങ്ക്രണൈസ് ഫയൽസ് അക്രോസ് ഡിവൈസസ് ആൻഡ് ഷെയർ ഫയൽസ്. നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഫയൽസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അതിൽ ഗൂഗിൾ ഡ്രൈവിൽ വരുന്നത് ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഗൂഗിൾ ഡോക്സ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെബ് ബേസ്ഡ് ഫ്രീ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ഇതിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ഡോക്യുമെൻറ്റ്സ് അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും, ഓൺലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. അങ്ങനത്തെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അതുപോലെ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, അതായത് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റ് വഴി നമുക്ക് ഫയൽസ് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഒരു വട്ടം നമ്മൾ ഗൂഗിൾ ഡോക്സിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും അത് ഏത് യൂസർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ, ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാനും വേണ്ടി പറ്റും. അതുപോലെ ഗൂഗിൾ ഓഫർ ചെയ്തിട്ടുള്ള ഒരുപാട് വെബ് ആപ്ലിക്കേഷൻസിൽ നിന്ന് ഒരു വെബ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ യൂസേഴ്സ് ഓഫ് ഗൂഗിൾ ഡോക്സ് ക്യാൻ ഇമ്പോർട്ട്, ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് അപ്ഡേറ്റ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ഇൻ വേരിയസ് ഫോൺസ് ആൻഡ് ഫയൽ ഫോർമാറ്റ്സ്. നമുക്ക് ഏത് ഫയൽ ഫോർമാറ്റിൽ വേണമെങ്കിലും വേരിയസ് ഫോൺസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. അതുപോലെ മറ്റുള്ളവർക്ക് ഇത് ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്താ പറയുക, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകൾ, അതുപോലെ വേർഡ് പ്രോസസ്സർ, നമ്മൾ വേർഡാണ് കൂടുതൽ യൂസ് ചെയ്യുക അല്ലേ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് അറിയാമല്ലോ. അപ്പോൾ ആ വേർഡ് പ്രോസസ്സറൊക്കെ ആയിട്ട് കുറച്ച് കാണാനും ഇതൊക്കെ എന്താ പറയുക, അത് നമ്മൾ വേർഡിലൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ ആ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് മാത്രമേ ചിലപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ പെർമിഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഗൂഗിൾ ഡോക്സിലാണ് അത് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ആർക്ക് വേണമെങ്കിലും കാണാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി പറ്റും. ഓക്കെ, അറ്റ് എ ടൈമിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് വൺ, ഫയൽ സ്റ്റോറേജ് ആൻഡ് സിങ്ക്രണൈസേഷൻ സർവീസ്. ഫയൽ സ്റ്റോറേജിന് നമ്മൾ ആൾസോ കോൾഡ് ഫയൽ ലെവൽ ഓർ ഫയൽ ബേസ്ഡ് സ്റ്റോറേജ് ദാറ്റ് സ്റ്റോർസ് ഡാറ്റ ഇൻ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ. അതായത് ഫയൽസും ഫോൾഡേഴ്സൊക്കെ ആയിട്ട് സേവ് ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുക, ഹയറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറയുക. അതുപോലെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫയലുകൾ ആക്സസ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് ആക്സസിങ് മെത്തേഡ്സ് ആണുള്ളത്. നമ്മളെ യുണിക്സിലാണെങ്കിൽ NFS, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമുക്ക്, യുണിക്സിലോ ലിനക്സിലോ ആണെങ്കിൽ NFS യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക. എന്നാൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിലാണെങ്കിൽ സെർവർ മെസ്സേജ് ബ്ലോക്ക് SMB യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഫയൽ സ്റ്റോറേജിലെ ഫയൽസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. Okay, next one, file synchronization. File synchronization is a method keeping files up to date that are stored in several different physical locations. അതായത് ഡിഫറെൻറ്റ് ഫിസിക്കൽ ലൊക്കേഷൻസിലുള്ള ഫയൽസ്, ഒന്നോ രണ്ടോ അതിലധികമോ പിന്നെ ലൊക്കേഷൻസിലുള്ള ഫയൽസ് നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ അപ്ഡേറ്റ്സ് ഇങ്ങനെ വരുമല്ലോ, പുതിയ ചേഞ്ചസ് വരുമ്പം ആ ചേഞ്ചസ് അതിനനുസരിച്ച് ഫയലിനെ ബാധിക്കും. ഓക്കെ, ഫയൽ സിങ്ക്രണൈസേഷൻ അപ്പോൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പോഴും നമ്മളെ ഫയൽ എന്തായിരിക്കും, സ്റ്റോർ ചെയ്തിട്ടുള്ള ഫയൽ അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് നമ്മൾ പറയുന്ന പേരാണ് ഫയൽ സിങ്ക്രണൈസേഷൻ. അപ്പോൾ രണ്ട് തരം സിങ്ക്രണൈസേഷൻ മെത്തേഡ്സ് ആണുള്ളത്, 2 way ഓർ 1 way. അപ്പോൾ എന്താണെന്ന് നോക്കാം. 2 way സിങ്ക്രണൈസേഷൻ എന്ന് വെച്ചാൽ is also known as bidirectional synchronization or both way synchronization. This process of synchronization copies file in both direction to reconcile the changes as required. ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് രണ്ട് സൈഡിലും, ബൈ ഡയറക്ഷണൽ മീൻസ് രണ്ട് സൈഡിലും എന്താണ് സിങ്ക്രണൈസേഷൻ കോപ്പി, അതായത് നമ്മൾ ഒരു ഫയൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്തും അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കോപ്പി ചെയ്തിട്ടുള്ള അതിലും എന്തെങ്കിലും ചേഞ്ച്, അപ്പോൾ അതായത് ഇതിൽ വരുത്തിയ ചേഞ്ച് അതിലേക്കും കൂടെ വരും എന്നുള്ളതാണ് 2 way സിങ്ക്രണൈസേഷൻ്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഫയൽ ഈസ് ന്യൂവർ ഇൻ ലൊക്കേഷൻ എക്സ്, നമ്മൾ ലൊക്കേഷൻ എക്സിൽ ഒരു ന്യൂ ഫയൽ സ്റ്റോർ ചെയ്ത് വിചാരിക്കുക. ആ ന്യൂ ഫയൽ ലൊക്കേഷൻ വൈയിലേക്കും കോപ്പി ചെയ്യും. നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത ഫയൽ ലൊക്കേഷൻ വൈയിലേക്കും കോപ്പി ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സിലുള്ള ഫയലിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അതേ ചേഞ്ച് നമുക്ക് എവിടെ വരും, വൈയിലേക്കും വരും. ഓക്കെ, ഇനി നമ്മൾ എക്സിലുള്ളത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ വൈയിലുള്ള ആ ഒരു ഫയലും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും എന്നുള്ളതാണ് 2 way സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, 1 way സിങ്ക്രണൈസേഷൻ. 1 way synchronization is also known as file mirroring or file replication or file backup. ഇതെന്താണ്, ഫയൽസ് ആർ എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് ഇൻ വൺ ലൊക്കേഷൻ ഓൺലി. ഒറ്റ ലൊക്കേഷനിൽ ഫയൽസിന് ചേഞ്ച് വരുള്ളൂ. ഓക്കെ,
ഇതിൽ വൺ വേ സിങ്ക്രണൈസേഷനിൽ ഒറ്റ ലൊക്കേഷനിലെ ഫയൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഫയലിൽ നമ്മളെന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അതായത് സോഴ്സ് എൻഡ് അതുപോലെ ടാർഗറ്റ് എൻഡും ഉണ്ടാവും. സോഴ്സ് എൻഡിൽ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ആ ഫയലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ആ ഒരു ഫയലിൻ്റെ ഒരു കോപ്പി ടാർഗറ്റ് എൻഡിൽ ക്രിയേറ്റ് ആവും. പക്ഷേ ക്രിയേറ്റ് ആവും എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ടാർഗറ്റിലും ചേഞ്ച് വരും. കാരണം അതിൻ്റെ കോപ്പിയാണല്ലോ അത്, ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയതാണ്. ഇനി നമ്മൾ ടാർഗറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് സോഴ്സിനെ ബാധിക്കില്ല. ഓക്കെ, സോഴ്സിന് അതായത് വൺ വേ ആണ്. ഒരാൾ അങ്ങോട്ട് ചേഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഇത് പാരൻറ്റിൽ നിന്നും ക്രിയേറ്റ് ആയതാണ് ടാർഗറ്റിലുള്ള ഫയൽ എന്ന് പറയുന്നത്. അത് ചൈൽഡ് ഫയലാണ്. ചൈൽഡ് ഫയലിന് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് പാരൻറ്റിനെ എന്താവില്ല അഫക്റ്റ് ചെയ്യൂല എന്നർത്ഥം. ഓക്കെ, ഈ ഒരു ഫോമിനെയാണ് വൺ വേ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ എക്സിൽ അതായത് സോഴ്സിൽ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അത് ടാർഗറ്റിൽ അത് എന്തെങ്കിലും ചേഞ്ച് വരുത്തുമ്പോൾ ടാർഗറ്റിൽ അതായത് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിൽ അത് കോപ്പി ചെയ്യുന്ന ഒരു കോപ്പി വന്നു. ആ കോപ്പി നമ്മൾ വൈയിൽ എന്തെങ്കിലും ന്യൂ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അത് എക്സിൽ എന്തെങ്കിലും ന്യൂ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അത് വൈയിലേക്കും കൂടെ വരും. പക്ഷേ വൈയിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ എക്സിൽ അതിനെ ബാധിക്കില്ല എന്നർത്ഥം. ഓക്കെ, അതുപോലെ എക്സിലുള്ള ഇത് നമ്മൾ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ വൈയിലുള്ളതും കൂടെ ഡിലീറ്റ് ആയി പോവും. പക്ഷേ വൈ ആണ് നമ്മൾ ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സിനെ അത് ബാധിക്കില്ല, എക്സ് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് എ ഗൂഗിൾ അക്കൗണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവും. എന്നാലും എങ്ങനെയാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത്. 8 സ്റ്റെപ്സാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ ഒരിക്കലും നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗൂഗിളിൻ്റെ പ്രൊഡക്ട്സ് അതായത് യൂട്യൂബ്, ഗൂഗിൾ പ്ലേ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ചാറ്റൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗോ ടു ഗൂഗിൾ സൈൻ അപ്പ് പേജ് ഇൻ യുവർ പ്രിഫേർഡ് വെബ് ബ്രൗസർ. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസർ ഏതാണോ, അതായത് ക്രോമോ, മോസില്ല ഫയർഫോക്സോ, പെരമിനിയോ ഏത് വെബ് ബ്രൗസറാണ് നിങ്ങൾ യൂസ് ചെയ്തതെങ്കിൽ അത് പ്രിഫർ ചെയ്തിട്ട് അതിൽ നമ്മളെ ഗൂഗിൾ സൈനപ്പ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ സൈനപ്പിൻ്റെ പാർട്ടിലോട്ട് പോവാം. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ദെൻ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. നമ്മളെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം അതുപോലെ യൂസർ നെയിമും പാസ്വേഡും അവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ യൂസർ നെയിം യുണീക്ക് ആയിരിക്കണം. അതുപോലെ പാസ്വേഡും ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പാസ്വേഡ്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കുള്ള അതായത് യൂസർ നെയിം യുണീക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞു. യുണീക്ക് മീൻസ് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസമായ യൂസർ നെയിമിന് വേണം. സെയിം രണ്ടു പേർക്ക് ഒരേപോലെയുള്ള യൂസർ നെയിം പാടില്ല എന്ന് അർത്ഥം. അപ്പോൾ അഥവാ നമ്മൾ ഒരു യൂസർ നെയിം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കും കൂടെ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, അവിടെ ഒരു റെഡ് മാർക്ക് വരും. അപ്പോൾ നമുക്ക് ആ യൂസർ നെയിം എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു യൂസർ നെയിം ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ജെൻഡർ ഈസ് ആസ്ക്ഡ് ബൈ ഗൂഗിൾ. അതുപോലെ നമ്മുടെ ജെൻഡറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും. എന്നിട്ട് ക്ലിക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഇഫ് യു ഫസ്റ്റ് യൂസർ നെയിം ചോയ്സ് ടേക്കൺ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. യൂസർ നെയിം ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവരവിടെ കാണിക്കും യൂസർ നെയിം ഓൾറെഡി ഒരാൾക്കുണ്ട്, അതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ചോദിക്കുക, ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറുമാണ് ചോദിക്കുക. ഇപ്പോൾ നമ്മൾ എന്താണ് പറയുക, ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 13 years എങ്കിലും നമുക്ക് ആവണം. ആയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഫേക്കായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുക. മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതുപോലെ ഹയർ ഏജ് ആവണം ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അതുപോലെ ഗൂഗിൾ പേ നമ്മൾ ക്രെഡിറ്റ് കാർഡ് പേ ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിനൊക്കെ ഏജ് 18 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ഒക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഗൂഗിളിന് ഒരുപാട് എന്തുണ്ടാവും, ടേംസ് പ്രൈവസി പോളിസീസും കണ്ടീഷൻസും ഒക്കെ ഉണ്ടാവും.
അപ്പം അതൊക്കെ ഒന്ന് എന്താ പറയുക ഐ അഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിക്കോളും. അത്രേ ഉള്ളൂ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത്. നെക്സ്റ്റ് വരുന്നത് നാവിഗേറ്റിംഗ് ഗൂഗിൾ ഡോക്സ്. എങ്ങനെ ഗൂഗിൾ ഡോക്സ് നാവിഗേറ്റ് ചെയ്യാം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ docs.google.com എന്ന സൈറ്റ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ഡോക്കിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്തിട്ട് ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു മെനു ബാർ കാണും. ആ മെനുവിലുണ്ടാവും 5 ഓപ്ഷൻസാണ് ആ മെനുവിലുണ്ടാവുക. ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്സ്, ഗൂഗിൾ ഫോം ആൻഡ് ഗൂഗിൾ ഡ്രൈവ്. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ കാണാനും സേവ് ചെയ്യാനും വേണ്ടി പറ്റും. നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും നമ്മൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുമല്ലോ, നമ്മളെന്തെങ്കിലും എന്താ പറയുക ലെറ്ററുകൾ, അതുപോലെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അസൈൻമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വേരിയസ് ടെംപ്ലേറ്റ്സ് അതിൽ അവൈലബിൾ ആണ്. റെസ്യൂം ഷെരീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ് ആണ്. അതുപോലെ റെസ്യൂം കോറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയർ സംബന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ടെംപ്ലേറ്റ് ആണ്. ലെറ്റർ സ്പെയ്ൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രൊജക്ട് പ്രൊപ്പോസൽ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്ട്സൊക്കെ നമ്മൾ ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബ്രോഷർ, ജിയോമെട്രിക്, റിപ്പോർട്ട് ലിങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോഷർ ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ റിപ്പോർട്ടൊക്കെ റെഡി ആക്കുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ ഡോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, നോക്കാം. പിന്നെ നെക്സ്റ്റ് വൺ ഗൂഗിൾ ഷീറ്റ്സ് സപ്പോർട്ട് സെൽഫ് ഫോർമുലാസ് ടിപ്പിക്കലി ഫൗണ്ട് ഇൻ മോസ്റ്റ് ഡെസ്ക്ടോപ്പ് സ്പ്രെഡ്ഷീറ്റ് പാക്കേജസ്. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് പാക്കേജ്, അതായത് മൈക്രോസോഫ്റ്റ് എക്സലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു, ആ ഒരു പാക്കേജ് തന്നെയാണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. ദിസ് ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ഫോർമുലാസ് ദാറ്റ് മാനിപ്പുലേറ്റ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് സ്ട്രിംഗ് ആൻഡ് നമ്പേഴ്സ്. നമുക്ക് സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താ, കമ്പ്യൂട്ടേഷനും കാൽക്കുലേഷൻസൊക്കെ വേണ്ടിയിട്ട് ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് ഗൂഗിൾ ഷീറ്റ്സിലും നമ്മൾ ചെയ്യുന്നത്, ഓൺലൈനായി ചെയ്യാമെന്ന് മാത്രം. നെക്സ്റ്റ് ഗൂഗിൾ സ്ലൈഡ്സ് ഇസ് എ പ്രസൻറ്റേഷൻ എഡിറ്റർ ഇൻ ദി ഗൂഗിൾ ഡോക്സിൽ വരുന്ന പ്രസൻറ്റേഷൻ എഡിറ്ററാണ് നമ്മൾ ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗൂഗിൾ ഫോം. നമുക്കറിയാം സർവേകളൊക്കെ നടത്താനും അതുപോലെ ക്വിസ്, എന്താ പറയുക മൾട്ടിപ്പിൾ ചോയ്സ് എക്സാംസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ വെച്ചും അതുപോലെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടും നമുക്ക് ഗൂഗിൾ ഫോം എല്ലാതും കമ്പ്യൂട്ടർ വെച്ചിട്ടും മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഗൂഗിൾ സ്ലൈഡ്സും ഷീറ്റ്സും ഡോക്സും എല്ലാം. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ഫയൽ സ്റ്റോറേജ് സിസ്റ്റമാണ്. ഫയൽ സ്റ്റോറേജും സിങ്ക്രനൈസേഷൻ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന പേരാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രിയേറ്റിംഗ് ന്യൂ ഗൂഗിൾ ഡോക്സ് പ്രൊജക്ട്സ്. എങ്ങനെയാണ് ഒരു ന്യൂ ഗൂഗിൾ ഡോക്സ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഗൂഗിൾ ഡോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ഡോക്യുമെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിൽ എന്താ പറയുക കാൽക്കുലേഷൻസിനും ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഗൂഗിൾ ഷീറ്റും യൂസ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് വേരിയസ് ഫയൽ ഫോർമാറ്റ്സിൽ അതുപോലെ വേരിയസ് ഫോൺസ് യൂസ് ചെയ്തിട്ടും ടാബിൾസ് യൂസ് ചെയ്തിട്ടും ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാ വെച്ചാൽ, ഗോ ടു docs.google.com എന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവാം. എന്നിട്ട് ഇൻ ഗൂഗിൾ ഡ്രൈവ് ഓപ്ഷൻ ക്ലിക്ക് ന്യൂ ഗൂഗിൾ ഷീറ്റ്സ് ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ്. അതുപോലെ അതിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ഓപ്ഷൻസിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക, അതിൽ ഗൂഗിൾ ഷീറ്റ്സ് സെലക്ട് ചെയ്യുക, ദെൻ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ക്ലിക്ക് അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് ആൻഡ് എൻ്റർ എ ന്യൂ ടൈറ്റിൽ ഫോർ യുവർ പ്രൊജക്റ്റ് പ്ലാൻ. ഗൂഗിൾ ഷീറ്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു പിക്ചറിൽ കാണുന്ന പോലെ എന്താ പറയുക ഒരു ഷീറ്റിൻ്റെ വിൻഡോ ആണ് വരിക. അപ്പോൾ അത് ഫസ്റ്റ് അൺടൈറ്റിൽഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ന്യൂ ടൈറ്റിൽ നമ്മൾ എന്താണോ പ്രൊജക്റ്റിന് പ്ലാനിന് പേര് കൊടുക്കാൻ വിചാരിക്കുന്നത് ആ ടൈറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം, പേര് കൊടുക്കാം.
അതുപോലെ ഫസ്റ്റ് കോളത്തിൽ എന്താണ് കോളം ഹെഡിങ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കോളം ഹെഡിങ്സ് കൊടുക്കുക. ദെൻ കണ്ടൻറ്റ് ക്രിയേറ്റ്, ആ ഹെഡിങ്ങിനനുസരിച്ചുള്ള കണ്ടൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടൻറ്റ്സ് എന്താണോ ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഷീറ്റ് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ലിങ്കാണ് ഷെയർ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് കിട്ടുന്ന ആർക്ക് വേണമെങ്കിലും അത് വ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. ഓക്കെ. അതുപോലെ ഈ ഗൂഗിൾ ഷീറ്റ് 2006 ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയത് 2006 അതിലേക്ക് ഗൂഗിൾ ഡോക്സിലേക്ക് ഇത് ആഡ് ചെയ്യപ്പെട്ടത്. നമ്മൾ എന്താ പറയുക, ബിസിനസ് പേർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡാറ്റ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എക്സലിനെ മൈക്രോസോഫ്റ്റ് എക്സലാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാവർക്കും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് കുറച്ചും കൂടെ ബെറ്ററാണ് നമ്മൾ ഗൂഗിൾ ഷീറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് നമുക്ക് XLS ഫയലും അതുപോലെ CVS ഫോർമാറ്റിലും 2 ഫയൽ ഫോർമാറ്റിലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. യൂസർ ഇൻ്റർഫേസ് ഫെമിലിയർ ആണ്, അതായത് ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതോട് പറയുന്നത്. പിന്നെ ഷെയറിങ് സ്പ്രെഡ്ഷീറ്റ് വിത്ത് അതേഴ്സ് ഇൻ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് അതെന്ത് ചെയ്യാനും പറ്റും, ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടും പറ്റും. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഗൂഗിൾ സ്ലൈഡ്സ് ആണ്. ഗൂഗിൾ സ്ലൈഡ്സ് നമ്മൾ മൈക്രോസോഫ്റ്റ് പ്രസൻറ്റേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. മൈക്രോസോഫ്റ്റ് പ്രസൻറ്റേഷൻ നമ്മൾ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട്, അതായത് ഗൂഗിൾ ഡോക്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ് നമുക്ക് സ്ലൈഡ് ഷോ നടത്തണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ലൈക്ക് പവർ പോയിൻറ്റ് വിച്ച് ഹെൽപ്സ് യു ഇൻ മേക്കിംഗ് പ്രസൻറ്റേഷൻ. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ ആ പവർ പോയിൻറ്റിൻ്റെ അതേ ഫീച്ചേഴ്സ് വരുന്നതാണ് ഗൂഗിൾ സ്ലൈഡ്സ്. ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ഗൂഗിൾ സ്ലൈഡ്സ് ആർ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് പ്രസൻറ്റേഷൻ. നമുക്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. എഡിറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഡൺ അറ്റ് ദി സെയിം ടൈം വിത്ത് അതേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്കും കൂടെ സെയിം ടൈമിൽ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അത് ഷെയർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. ഇമ്പോർട്ടിംഗ് ഫയൽസ് ഫ്രം അതർ സോഴ്സ് ആൻഡ് കൺവേർട്ടിംഗ് ദം ഗൂഗിൾ പ്രസൻറ്റേഷൻ. നമുക്ക് മറ്റ് ഫയൽസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്ലൈഡ്സിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻസേർട്ട് ഇമേജസ് ആൻഡ് വീഡിയോ ഇൻ യുവർ PPT. നമുക്ക് ഇമേജസും അതുപോലെ വീഡിയോസും നമ്മളെ PPTയിൽ ആഡ് ചെയ്യാം. എംബഡിങ് യുവർ PPT ഇൻ എ വെബ്സൈറ്റ്. നമ്മളെ PPT നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റിൽ എംബഡ് ചെയ്യുകയും ചെയ്യാം. ഇത്രയും പ്രത്യേകതകളാണ് നമ്മൾ ഗൂഗിൾ സ്ലൈഡ്സിനുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഗൂഗിൾ സ്യൂട്ടാണ്. നമുക്കറിയാം സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് അവരുടെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്മോൾ ആപ്ലിക്കേഷൻ ടൂൾസാണ് ഗൂഗിൾ സ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് അവർ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന എന്താ പറയുക, യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ടൂൾസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ എല്ലാവിധ ടൂൾസും അവൈലബിൾ ആണ്. അപ്പോൾ അത് അവർക്ക് യൂസ് ചെയ്യാനും അതുപോലെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനും ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഭയങ്കര എന്താണ് കംഫർട്ടായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ടൂളാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ ലാപ്ടോപ്പിലും അതുപോലെ സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടേഴ്സിലൊക്കെ അവർക്ക് യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. അതുപോലെയുള്ള മറ്റൊരു ഇതാണ് ഗൂഗിൾ ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് ചോയ്സ് ഫോർ ബിസിനസ് ടു മാനേജ് ദെയർ ടാസ്ക് ഫോർ പ്രസൻറ്റേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ് ക്രിയേഷൻ. ഡോക്യുമെൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടും പ്രസൻറ്റേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗൂഗിൾ ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഗൂഗിൾ ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്നത് ജിമെയിലാണ് അല്ലേ. അതുപോലെ ഒരുപാട് ഗൂഗിൾ സ്യൂട്ടിൽ വരുന്ന ഒരുപാട് അതർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെ വെച്ചാൽ ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ കലണ്ടർ, ഗൂഗിൾ പ്ലസ്, ഡോക്സ്, സ്ലൈഡ്സ്, ഷീറ്റ്സ്, ഫോംസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒക്കെ അതിൽ പെടുന്നതാണ്. പക്ഷേ കലണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദിസ് ഇസ് യൂസ്ഡ് ഫോർ കീപ്പിംഗ് എ ചെക്ക് ഓൺ ഡിഫറെൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് മീറ്റിംഗ് പ്രൊജക്ട് ഡെഡ് ലൈൻസ്. നമുക്ക് ഓരോ ഡേറ്റ്സുകൾ ഓർമ്മിച്ച് വെക്കാനും മീറ്റിങ്ങിൻ്റെതും അതുപോലെ കാര്യങ്ങളൊക്കെ ഡേറ്റ് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കലണ്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഗൂഗിൾ പ്ലസ് എന്ന് വെച്ചാൽ
ഇതൊരു സോഷ്യൽ നെറ്റ്വർക്ക് വെർ യു ക്യാൻ പോസ്റ്റ് ആൻഡ് ഗെറ്റ് കണക്റ്റഡ് ടു പീപ്പിൾ ഫ്രം ദി വേൾഡ്. ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ആരായിട്ട് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ് ഗൂഗിൾ പ്ലസ് എന്ന് പറയുന്നത്. ദെൻ ഡോക്സ്, ഗൂഗിൾ സ്യൂട്ട്സ് വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ. ഗൂഗിൾ സ്യൂട്ടിൻ്റെ വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഗൂഗിൾ സ്ലൈഡ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ പാക്കേജാണ്. ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് പാക്കേജാണ്, ഡാറ്റ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ ക്രിയേറ്റിംഗ് സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ഫോംസ് ആൻഡ് ക്വസ്റ്റനെയോ ഫോർ കളക്ഷൻ ഓഫ് ഫീഡ്ബാക്ക് ആൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഫ്രം ദി കസ്റ്റമറുടെ അടുത്തുനിന്ന് അവരുടെ എന്താ പറയുക വിലപ്പെട്ട ഫീഡ്ബാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനേഴ്സൊക്കെ വഴി നമുക്ക് ഫീഡ്ബാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്താ പറയുക ക്വസ്റ്റ്യനേഴ്സൊക്കെ വഴി കസ്റ്റമറിൻ്റെ സജഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഫോംസ് വഴി. ഓക്കെ. ദെൻ ഗൂഗിൾ കീപ്പ് നോട്ട് മേക്കിംഗ് ടൂളാണ് ഗൂഗിൾ കീപ്പ് എന്ന് പറയുന്നത്. ഗൂഗിൾ സൈറ്റ്സ് വെബ്സൈറ്റ് ബിൽഡറാണ് ഗൂഗിൾ സൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഹാങ് ഔട്ട്സ് നമ്മൾ വാട്സാപ്പ് പോലെ ഓൺലൈനായിട്ട് എംപ്ലോയീസ് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യാനും ചാറ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ചാറ്റ് ടൂളാണ്. ഹാങ് ഔട്ട്സ് മീറ്റ് വീഡിയോ കോൺഫറൻസിങ് ടൂളാണ് ഹാങ് ഔട്ട് മീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണ് ആൾക്കാർ ഗൂഗിൾ ഓഫീസ് സ്യൂട്ട് സെലക്ട് ചെയ്തത്, എന്ത് കാരണം കൊണ്ടാണ് ഗൂഗിൾ സ്യൂട്ട് വാങ്ങുന്നത് എന്നുള്ളതിൻ്റെ മെൻഷൻ ചെയ്യുന്ന കുറച്ച് റീസൺസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് യൂസർ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിൻ ഫീച്ചേഴ്സ് അക്രോസ് മൾട്ടിപ്പിൾ യൂസേഴ്സ്. അതെന്ത് ചെയ്യുന്നുണ്ട്, യൂസർ മാനേജ്മെൻറ്റും അതുപോലെ അഡ്മിൻ ഫീച്ചേഴ്സും, ഒരുപാട് യൂസേഴ്സിൻ്റെ ഇടയിൽ അഡ്മിൻ ഫീച്ചേഴ്സും അതുപോലെ യൂസർ മാനേജ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് സം സെക്യൂർ ആൻഡ് പ്രൈവറ്റ് കൊളാബറേഷൻ ഫീച്ചേഴ്സ്. ഭയങ്കര എന്താ പറയുക പ്രൈവറ്റ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള കൊളാബറേഷൻ ഫീച്ചേഴ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ആൻ ഇംപ്രസീവ് സ്റ്റോറേജ് കപ്പാസിറ്റി ഭയങ്കര ഇംപ്രസീവാണ്, നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഇറ്റ്സ് ഗിവ്സ് യു ടു ദി എബിലിറ്റി ടു യുവർ ഓൺ ഇമെയിൽ ഡൊമെയിൻ. നമ്മുടെ തന്നെ ഇമെയിൽ വെച്ചിട്ട് നമുക്കിതിനെ ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. വെനെവർ ദർ ഈസ് എ പ്രോബ്ലം ഇൻ നാവിഗേറ്റിംഗ് ത്രൂ ദി ടൂൾസ് ഇറ്റ് ഹാസ് ഹ്യൂമൻ സപ്പോർട്ട് അവൈലബിൾ ഓൾ ടൈം. നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നാവിഗേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഹ്യൂമൻ സപ്പോർട്ട് അവൈലബിൾ ഓൾ ടൈം. എല്ലാ ടൈമിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹ്യൂമൻ സപ്പോർട്ടും അവിടെ നിന്ന് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഗൂഗിൾ സ്യൂട്ട് ഓഫീസ് സ്യൂട്ട് എല്ലാവരും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം. നെക്സ്റ്റ് വൺ, ഷെയറിംഗ്, പബ്ലിഷിംഗ് ആൻഡ് കൊളാബറേറ്റിംഗ്. ഗൂഗിൾ ഡോക്സിൻ്റെ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ വൺ ഓഫ് ദി ഹൈലൈറ്റിംഗ് ഫീച്ചറാണ് ഷെയറിംഗ്, പബ്ലിഷിംഗ് ആൻഡ് കൊളാബറേറ്റിംഗ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ യൂസേഴ്സിന് സെയിം ടൈമിൽ ഷെയർ ചെയ്യാനും അതുപോലെ കൊളാബറേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഗൂഗിൾ ഡോക്സിൻ്റെയൊക്കെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഇനാബിൾസ് യൂസേഴ്സ് ടു സെറ്റ് വിസിബിലിറ്റി ഓഫ് ദി ഡോക്യുമെൻറ്റ് ടു അതർ യൂസേഴ്സ്. അതായത് ആരാണോ ക്രിയേറ്റ് ചെയ്തത് അവർക്ക് മാത്രമല്ല മറ്റുള്ള യൂസേഴ്സിനും കൂടെ വിസിബിൾ ആയിട്ടുള്ള തരത്തിലാണ് ഗൂഗിൾ ഡോക്സ് ഉള്ളത്. ഇറ്റ് അലോസ് യു ടു ഇൻവൈറ്റ് ഇൻഡിവിജ്വൽ ടു വ്യൂ ആൻഡ് എഡിറ്റ് ദി ഡോക്യുമെൻറ്റ് ആൻഡ് സേവിങ് ദി ചേഞ്ചസ് ആസ് സൂൺ ആസ് ദർ ആർ ബീൻ ഡൺ ഇൻ ദി ഡോക്യുമെൻറ്റ്. അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും ഗൂഗിൾ ഡോക്ക് ക്രിയേറ്റ് ചെയ്ത ആളല്ലാതെ മറ്റാരെങ്കിലും അതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും വിസിബിൾ ആക്കുന്ന തരത്തിൽ അതപ്പം തന്നെ അതിൽ സേവ് ആവുകയും ചെയ്യും. ഓക്കെ. പിന്നെ ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു സ്വിച്ച് ഓണേഴ്സ് ഓഫ് ദി ഡോക്യുമെൻറ്റ് വെനെവർ വൺ പേഴ്സൺ ലീവ്സ് ദി ഓർഗനൈസേഷൻ ഓർ എ സ്പെസിഫിക് പ്രൊജക്റ്റ്. ഒരു എന്താ പറയുക ഓർഗനൈസേഷനിൽ ഒരു ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾ ഒഴിവായിട്ടുണ്ടെങ്കിൽ ഓണറെ സ്വിച്ച് ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്ക് ഇതിൻ്റെ ഓണറായിട്ട് നിൽക്കാം. പിന്നെ ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു കളക്ട് ഫീഡ്ബാക്ക് ഓഫ് അതേഴ്സ് ഇൻ ഫോംസ് ഓഫ് കമൻറ്റ്സ് ഇൻ ദി ഡോക്യുമെൻറ്റ്. നമുക്ക് അതേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് വഴി കമൻറ്റുകളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് പറയുന്നത്. നെക്സ്റ്റ്, പബ്ലിഷിംഗ് ഹെൽപ്സ് എ യൂസർ ഓർ മാനേജർ ഓഫ് ദി പ്രൊജക്റ്റ് ഇൻ ദി ഫോളോയിങ്. എന്താണ് പബ്ലിഷിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ക്രിയേറ്റ് എൻ HTML വേർഷൻ ഓഫ് എ document that you can embed in blogs, Google Sites and more. ഡോക്യുമെൻറ്റിൻ്റെ ഒരു HTML വേർഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ എംബഡഡ് ഇൻ ബ്ലോഗ്സ്, ഗൂഗിൾ സ്യൂട്ട്സ് ആൻഡ് മോർ. ഓക്കെ. അതുപോലെ ലാർജ് വെബ് ഓഡിയൻസിന് നമ്മളെ ഡോക്യുമെൻറ്റ് കാണാൻ വേണ്ടി പറ്റും.
publish a one-time snapshot of a living document, publish individual sheets or cell selection in Google spreadsheet. ഇൻഡിവിജ്വൽ ഷീറ്റ്സോ അല്ലെങ്കിൽ സെൽ സെലക്ഷനോ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഗൂഗിൾ ഫോംസ്. This feature is useful to make forms for collecting various inputs from employees, customers on the products, services and other policies which are part in organization. ഒരു ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ടുള്ള എന്താ പറയുക പോളിസീസ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ കസ്റ്റമർ അല്ലെങ്കിൽ എംപ്ലോയീസിന് ആർക്ക് വേണമെങ്കിലും അവരുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഏരിയ ആണ് ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? visit.docs.google.com അല്ലെങ്കിൽ ഫോംസ് വിസിറ്റ് ചെയ്യാം. ചൂസ് എ ടെംപ്ലേറ്റ് ഓർ എ ബ്ലാങ്ക് ഫോം. ടെംപ്ലേറ്റ് ലൈക്ക് ഇവൻറ്റ് രജിസ്ട്രേഷൻ ഫോം, ഇവൻറ്റ് ഫീഡ്ബാക്ക്, ജോബ് അപ്ലിക്കേഷൻ എക്സെട്ര അവൈലബിൾ ടു ചൂസ് ഫോം. നമുക്ക് എന്താ പറയുക ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ബ്ലാങ്ക് ഫോമും അവൈലബിൾ ആണ്. അപ്പോൾ ടെംപ്ലേറ്റ്സ് ഇവൻറ്റ് രജിസ്ട്രേഷൻ ഫോമും അതുപോലെ ഇവൻറ്റ് ഫീഡ്ബാക്ക്, ജോബ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സൊക്കെ നമുക്ക് ഗൂഗിൾ ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് ആ ഒരു ആവശ്യത്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് ബ്ലാങ്ക് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം, ബ്ലാങ്ക് ഫോം. ഓക്കെ. ഗൂഗിൾ ഫോംസ് പേജ് ഹാവ് 2 ടൈറ്റിൽ അറ്റ് ദി ടോപ്പ്. 2 ടൈറ്റിൽസാണ് ടോപ്പിലുണ്ടാവുക. 1 ഫോർ ക്വസ്റ്റ്യൻ ആൻഡ് അതർ ഫോർ റെസ്പോൺസ്. നമ്മൾ ഒന്ന് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടും അത് റെസ്പോൺസിന് വേണ്ടിയിട്ടും 2 ടൈറ്റിൽസ് അവിടെ കാണാം. ഗൂഗിൾ ഫോം എഡിറ്റർ ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു നാവിഗേറ്റ് ത്രൂ. ഇറ്റ് ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആൻഡ് ഗീവ്സ് യു direction whenever there is a problem. എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനും സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഗൂഗിൾ ഫോം തന്നെ തരും. എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നത് എന്നുള്ളത്, ഇനി എന്ത് ചെയ്യണം എന്നുള്ളതും ഗൂഗിൾ ഫോം തന്നെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തി തരും എന്നുള്ളതാണ്. ആഫ്റ്റർ ആഡിങ് ദി ക്വസ്റ്റ്യൻ, യൂസർ ഹാസ് ദി ഓപ്ഷൻ ടു ചൂസ് ഫ്രം ദി മൾട്ടിപ്പിൾ കാറ്റഗറി. നമ്മളൊരു വട്ടം നമ്മൾ ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് യൂസർ ഇൻ കളക്ടിങ് ഡാറ്റ ആൻഡ് സൈമിൾട്ടേനിയസ്ലി ഷോയിങ് റിസൾട്ട് ഇൻ ഫോം ഓഫ് പൈ ചാർട്ട്. നമുക്ക് വന്നിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ ആ ഗൂഗിൾ ഫോം ഒരിക്കൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരത് യൂസേഴ്സ് അത് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസുകൾ നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് ആയിട്ടും അതുപോലെ പൈ ചാർട്ട്സ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റമാണ്. ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം എന്താ പറയുന്നത് വെച്ചാൽ, ഇതൊരു എന്താ പറയുക ന്യൂ ടെക്നോളജി. എന്തിനു വേണ്ടിയിട്ട് നമ്മളെ കമ്പ്യൂട്ടർ സർവീസസ് ഇൻ്റർനെറ്റ് വഴി നമുക്ക് ലോ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ന്യൂ ടെക്നോളജിയാണ് ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലൗഡ് ബേസ്ഡ് കമ്പ്യൂട്ടിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രാക്ടീസ് ഓഫ് യൂസിങ് എ നെറ്റ്വർക്ക് ഓഫ് റിമോട്ട് സെർവേഴ്സ് ഹോസ്റ്റഡ് ഓൺ ദി ഇൻ്റർനെറ്റ് ടു സ്റ്റോർ, മാനേജ് ആൻഡ് പ്രോസസ് ഡാറ്റ റാദർ ദാൻ എ ലോക്കൽ സെർവർ ഓർ എ പേഴ്സണൽ കമ്പ്യൂട്ടർ. നമ്മളൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലോക്കൽ സെർവറിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ പ്രോസസ്സ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഇൻ്റർനെറ്റ് വഴി നമുക്ക് പറ്റുന്ന ഒരു റിമോട്ട് സെർവർ, നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഒരു റിമോട്ട് സെർവറാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്പനീസ് ഓഫറിംഗ് ദീസ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ഓൾസോ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആൻഡ് ടിപ്പിക്കലി ചാർജ് ഫോർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് ബേസ്ഡ് ഓൺ ദി യൂസേജ്. അപ്പോൾ നമുക്ക് ക്ലൗഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈനായിട്ട് അതുപോലെ അതായത് നെറ്റ്വർക്ക് വഴി നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഒരുപാട് കമ്പനികളുണ്ട് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂസേജിനനുസരിച്ച് നമുക്ക് ക്ലൗഡ് അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. With the help of cloud-based system, person access services on demand and only pay for the services that one is used. നമ്മൾ എന്ത് സർവീസാണോ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, പേ ചെയ്താൽ മതി എന്നുള്ളതാണ് ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം. അതുപോലെ ഒരുപാട് സർവീസസ് നമുക്ക് ആക്സസ് ചെയ്യാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് മോസ്റ്റ് ഫ്ലെക്സിബിൾ റിസോഴ്സസ് ദാൻ ദി സെർവർ ബേസ്ഡ് സിസ്റ്റം. സെർവർ ബേസ്ഡ് സിസ്റ്റത്തിനേക്കാളും ഒരുപാട് ഫ്ലെക്സിബിൾ റിസോഴ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ലോ
കോസ്റ്റ് സെൽഫ് സർവീസ് ഗ്രേറ്റർ സെക്യൂരിറ്റി ആൻഡ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് വെരി പോപ്പുലർ. ഇത് ഭയങ്കര ലോ കോസ്റ്റാണ്, സെൽഫ് സർവീസാണ്, ഗ്രേറ്റ് സെക്യൂരിറ്റി, ഭയങ്കരമായിട്ട് സെക്യൂർഡാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇത് ഭയങ്കര പോപ്പുലറായിട്ട്, ഇത് ഭയങ്കര പെർഫോമൻസോട് കൂടി ആയതുകൊണ്ട് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു സിസ്റ്റമാണ് എന്ത്, ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ.